ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് ഇനി 84 ദിവസം മാത്രമാണ് ബാക്കി. ദി ലാസ്റ്റ് 84 days. ഇനിയും ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയുണ്ട്. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ബാക്കിയുണ്ട്. എങ്ങനെ പഠിക്കണമെന്ന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാണുന്ന വീഡിയോ ആയിട്ട് വരുന്നത്. സോ എല്ലാ മക്കളും ഈ കാണുന്ന വീഡിയോ സ്റ്റാർട്ടിംഗ് ടിൽ എൻഡ് കാണാം. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ബോക്സിനകത്ത് ടിക്കറ്റ് പോകണം. കാരണം ഇതെല്ലാം തന്നെ നിങ്ങൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ ഏതെല്ലാം പാഠം പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം. മാത്സിനകത്ത് 4 പാഠം ഉണ്ടെങ്കിൽ ആ കാണുന്ന 4 പാഠത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവരി കോൺസെപ്റ്റ്, എവരി ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു എന്ന് ആദ്യമായിട്ട് ഉറപ്പുവരുത്തണം. അതാണ് ഫസ്റ്റ്. ഏതെങ്കിലും ഭാഗം പഠിച്ചിട്ടില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, വേർഡ് പ്രോബ്ലം അറിയില്ല, നിങ്ങൾ നിർബന്ധമായിട്ടും വേർഡ് പ്രോബ്ലം പഠിച്ചു തീർക്കണം. എന്നിട്ട് ചെക്ക് ലിസ്റ്റിൽ ടിക്ക് ഇടുക, യെസ് എൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു, എൻ്റെ ലീനിയർ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു, ഞാൻ ഏതെല്ലാം പാഠം പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ ആദ്യമായിട്ട് ടിക്ക് ചെയ്യണം. ഗൈസ്, ഒന്നുകൂടി പറയുന്നു, പഠിച്ചു കഴിയാന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അതിനകത്ത് CBSE ബോർഡ് എക്സാമിൽ എന്ത് ചോദിച്ചാലും, നിങ്ങളുടെ മോഡൽ എക്സാം ആയിക്കോട്ടെ, ഏത് പരീക്ഷയ്ക്കും എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം. എന്നാൽ മാത്രമാണ് ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇതാണ് എല്ലാവരും ചെയ്യേണ്ട ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പെൻഡിങ് വർക്കുകൾ, പെൻഡിങ് ക്ലാസ്സുകൾ എല്ലാവരും തന്നെ 1 ഷോട്ട് റിവിഷൻ കണ്ടുകൊണ്ട് എത്ര വേഗം പെൻഡിങ് പാഠങ്ങൾ എല്ലാം തന്നെ തീർക്കണം. സോ സെക്കൻഡ് തിങ്, പെൻഡിങ് ചാപ്റ്റേഴ്സ് തീർക്കുക. അതിനുവേണ്ടി ഫോളോ ചെയ്യേണ്ടത് 1 ഷോട്ട് റിവിഷൻസ്. കാരണം നമ്മുടെ കയ്യിൽ ചുരുങ്ങിയ സമയമാണ്. ഈ കാണുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പാഠങ്ങളുണ്ട്. എല്ലാ പാഠവും പഠിക്കുവാൻ വേണ്ടി നമുക്ക് എന്താണ് ഒരുപാട് ദിവസം എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന്റെ സിലബസ് മൊത്തം കഴിയില്ല. അതുകൊണ്ട് 1 ഷോട്ട് റിവിഷനാണ് നിങ്ങൾ ഈ നിമിഷം പ്രിഫർ ചെയ്യേണ്ടത്. 1 ഷോട്ട് റിവിഷനകത്ത് എന്തെല്ലാം ഉണ്ടാവണം? എല്ലാ കോൺസെപ്റ്റുകളും കവർ ചെയ്യുന്ന 1 ഷോട്ട് റിവിഷൻ വേണം. രണ്ടാമത്തെ കാര്യം, ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം. അതിനകത്ത് NCERT ക്വസ്റ്റ്യൻസും CBSE ബോർഡ് PYQs ഉണ്ടാവണം. അങ്ങനത്തെ 1 ഷോട്ട് റിവിഷനാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതിനുവേണ്ടി സൈലത്തിന്റെ ക്ലാസ്സുകളുണ്ട്, എല്ലാം അറിയാമായിരിക്കും. സൈലത്തിന്റെ ക്ലാസ്സിനകത്ത് കംപ്ലീറ്റ് 1 ഷോട്ട് റിവിഷനകത്ത് കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ കാണുന്ന 1 ഷോട്ട് റിവിഷൻ കാണുക, ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് പഠിക്കുക. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ടത് മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ പറയുന്നു, ശ്രമിക്കാം. നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കേണ്ട വിഷയം ഗൈസ്, അത് മാത്സ് ആണ്. മാത്സ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ചോദിക്കും ഓട്ടോമാറ്റിക്കലി, സയൻസ് പഠിക്കണ്ടേ, SS പഠിക്കണ്ടേ, എല്ലാം ചോദിക്കും. ബട്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ഡിഫിക്കൽട്ട് ആകാൻ വേണ്ടി പോകുന്നത് മാത്സ് ആണ്. ബിക്കോസ് ഓഫ് കോൺസെപ്റ്റ്സ്, ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. അവസാന നിമിഷം ഈ കാണുന്ന കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കുകയാണെങ്കിൽ ഗൈസ്, മാത്സ് നമുക്ക് എന്താണ് ഈസിലി ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. സോ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വരുത്തേണ്ട സബ്ജക്റ്റാണ് മാത്സ്. മാത്സ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ദെൻ സയൻസ്. ഡിസംബർ മാസം 1 മാസമാണ്. ഈ കാണുന്ന 1 മാസം നിങ്ങൾ മാത്സിനും സയൻസിനും വേണ്ടി കംപ്ലീറ്റ്ലി മാറ്റിവെച്ചുകൊണ്ട് ഒറ്റ മാസം കൊണ്ട് നിങ്ങൾ മാത്സിലെയും സയൻസിലെയും എല്ലാ പാഠങ്ങളും പഠിച്ച് തീർത്തുവെന്ന് ഉറപ്പുവരുത്തണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം. ഇതിനുശേഷം മാത്രമാണ് നിങ്ങൾ SS-ലേക്കും ഇംഗ്ലീഷിലേക്കും എല്ലാം തന്നെ പോകാൻ വേണ്ടി പാടുള്ളൂ. ഒരിക്കലും അതിനർത്ഥം SS ഈസി ആണെന്നല്ല. ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും പോളിറ്റിയും എല്ലാം തന്നെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ അത് കുറച്ചും കൂടി ഒരു മെമ്മറൈസിങ് സംഭവം ആവശ്യമുള്ളതാണ്. അത് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പഠിച്ചാലും കുറച്ചും കൂടി നമുക്ക് പഠിക്കാൻ വേണ്ടി ഈസി ആയിരിക്കും, ടെൻഷൻ ഇല്ലെങ്കിൽ. സോ അതുകൊണ്ട് സയൻസിന്റെയും മാത്സിന്റെയും ടെൻഷൻ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ SS മാത്രമായിരിക്കും നമ്മുടെ മുമ്പിലുള്ള ഒരു ഹെഡിൽ എന്ന് പറയുന്നത്. ആ കാണുന്ന ഹെഡിൽ നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് ചാടിക്കടക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മക്കളും അടുത്ത് ചെയ്യേണ്ട കാര്യം മാത്സ് ആൻഡ് സയൻസ് പഠിച്ചതിന് ശേഷം SS-ലേക്ക് നീങ്ങാം. ആൻഡ് ദെൻ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ്. ഈ ഒരു ഓർഡറിലാണ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടത്. മുന്നോട്ട് പോകുമ്പോൾ പഠിച്ചാൽ മാത്രം പോരാ, നിർബന്ധമായിട്ടും എക്സാംസ് എഴുതണം. CBSE ബോർഡ് എക്സാം പാറ്റേണിൽ ആവശ്യമുള്ള CBSE ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടി ചാൻസ് ഉള്ള അതേപടിയുള്ള എക്സാംസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതിന് സ്കൂളിലെ മോഡൽ എക്സാം എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇൻ കേസ് സ്കൂളിലെ മോഡൽ എക്സാമിന് വേണ്ടി എല്ലാ വിഷയവും പഠിച്ചു കഴിഞ്ഞില്ലെങ്കിൽ, എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞില്ലെങ്കിൽ അത് പേടിക്കണ്ട. പഠിച്ച വിഷയങ്ങൾ, പഠിച്ച പാഠങ്ങൾ, അതിലെ മുഴുവൻ മാർക്ക് നിങ്ങൾ ഉറപ്പുവരുത്താം. അതാണ് ഈ നിമിഷം ചെയ്യേണ്ടത്. സ്കൂൾ മോഡൽ എക്സാമിൽ ഫുൾ മാർക്ക് കിട്ടി ഗൈസ്, ആ കാണുന്ന മാർക്ക് റെക്കോർഡിക്കലി എവിടെയും ഉണ്ടാവും? എവിടെ ഉണ്ടാവില്ല. പക്ഷേ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന്റെ മാർക്ക് ഷീറ്റ് വരുമ്പോൾ അത് റെക്കോർഡിക്കലി എക്കാലം ആവശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യല. അല്ലാതെ മോഡൽ എക്സാമിന് 10 പാഠത്തിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം പഠിച്ചുകൊണ്ട് പോയി ആ കാണുന്ന ഇമ്പോർട്ടന്റ് ഭാഗം ബോർഡ് എക്സാം ചോദിച്ചില്ലെങ്കിലോ ബോർഡ് എക്സാമിന് മാർക്ക് കുറഞ്ഞു, മോഡൽ എക്സാമിന് മാർക്ക് കിട്ടി, എവിടെയും അത് വരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട വിഷയം, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും പഠിക്കുന്ന പാഠങ്ങൾ എല്ലാം വൃത്തിയിൽ പഠിക്കുക. അതിനുവേണ്ടി നിങ്ങൾ 1 ഷോട്ട് റിവിഷൻ ഫോളോ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ സൈലത്തിന്റെ ഇൻസ്റ്റാളേണും മൈൻഡ് മാപ്പ് ഉപയോഗിക്കുക. അതിനുവേണ്ടി നിങ്ങൾ സൈലത്തിന്റെ എക്സാം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ എക്സാം അത് ഗംഭീരമായിട്ട് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ട്രാക്സ്. ഈ ട്രാക്കുകൾ, ഈ കാണുന്ന ചെക്ക് ലിസ്റ്റുകൾ എല്ലാവരും ഓരോന്നും ടിക്കറ്റ് പോവുകയാണെങ്കിൽ ഗൈസ്
നിങ്ങൾക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് അതിഗംഭീരമായ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി സൈലത്തിന്റെ 1 ഷോട്ട് റിവിഷൻ ആയിട്ടുള്ള എൻഡ് ഗെയിം ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. 1-ാം തീയതിയാണ്. അപ്പോൾ എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായിട്ട് എൻഡ് ഗെയിം ബാച്ച് ജോയിൻ ചെയ്യുക. ആൻഡ് ദെൻ ഒന്നും കൂടിയുണ്ട്, സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും എൻഡ് ഗെയിം ബാച്ച് 100% ഫ്രീ ആയിരിക്കും. സോ ഒന്നിച്ച് പഠിക്കാം, നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് നമുക്ക് ഒന്നിച്ച് ക്രാക്ക് ചെയ്യാം. See you guys in our end game batch.